ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫുൾ പ്ലാന്റ് നമുക്ക് എങ്ങനെ റീപ്ലാന്റ് ചെയ്ത് മറ്റൊരു പോട്ടിലോട്ട് മാറ്റാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ നഴ്സറികളിലൊക്കെ ചെന്നാലും നമുക്ക് ഒത്തിരി പ്ലാന്റ്, നഴ്സറി പോട്ടുകളിൽ ഒത്തിരി പ്ലാന്റ് കിട്ടും. അത് നമ്മളിപ്പോൾ നമ്മുടെ ഷോപ്പിലാണെങ്കിൽ ഒത്തിരി പ്ലാന്റ് ഉണ്ട്, പോട്ട്സ് ഉണ്ട്, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ സെറാമിക് പോട്ട് പലതരത്തിലുള്ള, പല കളേഴ്സിലുള്ള, പല സൈസിലുള്ള സെറാമിക് പോട്ട്സ് ഉണ്ട്. അതേപോലെ തന്നെ പല ടൈപ്പിലുള്ള പ്ലാന്റ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട, ഇപ്പോൾ എനിക്കൊരു പ്ലാന്റ് ഇഷ്ടപ്പെട്ടു, എനിക്ക് വേറൊരു പോട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ പ്ലാന്റ് എങ്ങനെയാണ് നമ്മൾ ആ പോട്ടിലോട്ട് മാറ്റുന്നതാണ് നമുക്ക് കാണാൻ പോകുന്നത്. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് തന്നെ ഇത് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ജസ്റ്റ് ഇപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു പോട്ട്, ഒരു സെറാമിക് പോട്ട്, ഒരു പ്ലാന്റും ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ സെറാമിക് പോട്ടിലേക്ക് കുറച്ച് മണ്ണ് ഫില്ല് ചെയ്യാനുള്ളതാണ്. കാരണം അടിഭാഗത്ത് എപ്പോഴും കുറച്ച് പോട്ടി മിക്സർ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് പോട്ടി മിക്സർ നമ്മളിപ്പോൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. പോട്ടി മിക്സറിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് മണ്ണ്, ചകിരിച്ചോറ്, ഫെർട്ടിലൈസർ എല്ലാം ആഡറാണ്. നമ്മൾ വേറൊന്നും ചെയ്ത് കൊടുക്കണമെങ്കിലും കുറച്ച് ഫെർട്ടിലൈസർ ആഡ് ചെയ്താലും നല്ലതാണ്. അപ്പോൾ നമ്മളതിന് വേണ്ടി കുറച്ച് കൗഡങ് പൗഡർ നമ്മൾ ചോട്ടിലൊന്ന് ഇട്ട് കൊടുക്കാം. ആഡ് ചെയ്തില്ലെന്ന് ഓർത്തും പ്രശ്നമൊന്നുമില്ല, ആഡ് ചെയ്താൽ കുറച്ചുകൂടി നല്ലതാണ്. അതുകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഈ പ്ലാന്റ് നമ്മൾ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജസ്റ്റ് വേര് പൊട്ടാണ്ട് വേണം ഇതെടുക്കാനായിട്ട്. അപ്പോൾ ചെയ്യേണ്ട കാര്യം, ജസ്റ്റ് നമ്മൾ ആദ്യം ഈ കപ്പൊന്ന് പതിയെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക, മണ്ണൊന്ന് ചുറ്റിനൊന്ന് ഇളക്കി കൊടുക്കുക. പതിയെ ഫുള്ള് എല്ലാ പ്ലാന്റും കൂടി ഒരുമിച്ച് പിടിച്ചതിന് ശേഷം പതിയെ ഒന്ന് പൊക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് വേര് പൊട്ടാണ്ട് ഫുള്ള് പ്ലാന്റായിട്ട് നമുക്ക് കിട്ടും. ഈ പ്ലാന്റിനെ പതിയെ നമുക്ക് ഇതിനകത്ത് ഇറക്കി വെക്കുക. നമ്മളെപ്പോഴും ഒന്ന് കൈകൊണ്ട് ഇവിടെ സപ്പോർട്ട് കൊടുക്കുന്നത് നല്ലതാകും. അതിനുശേഷം ബാക്കി സൈഡുകളിലൊക്കെ ഈ പോട്ടി മിക്സർ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ പതിയെ ഒന്ന് കൈകൊണ്ട് ജസ്റ്റ് മണ്ണ് എല്ലായിടത്തും ഒന്ന് ഫില്ലാകുന്ന രീതിയിൽ പ്രസ് ചെയ്ത് കൊടുത്തേക്കുക. ഓവറായിട്ട് പ്രസ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പതിയെ ഒന്ന് പ്രസ് കൊടുക്കുക. മണ്ണ് ലെവലാകുന്നവരെ ഒന്ന് പ്രസ് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു. ഈ പോട്ടിലോട്ട് ഇത് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പ്ലാന്റ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം പ്ലാന്റിന് കൊടുക്കണം. അതിൻ്റെ റൂട്ട് പൊട്ടി മിക്സറുമായിട്ടൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ കുറച്ച് വെള്ളം നമ്മൾ ചുറ്റിനുമായിട്ട് പതിയെ ഒന്ന് ഒഴിച്ചു കൊടുത്തേക്കാം. ശേഷം ഒരു ദിവസം ഒന്ന് ഷെയ്ഡ് ലൈറ്റിൽ വെച്ചാൽ നന്നായിരിക്കും പ്ലാന്റ്. കാരണം റീപ്ലാന്റിന് ശേഷം ഉടനെ ഇൻഡോറിൽ കയറ്റാണ്ട് ഒരു ദിവസം ഒന്ന് ഷെയ്ഡ് ലൈറ്റിൽ വെച്ചാൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ഇൻഡോറിൽ വെക്കുന്ന പോട്ട്സുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്കിപ്പോൾ കുറച്ച് സെറാമിക് പോട്ട്സ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചൂസ് ചെയ്യുന്ന പ്ലാന്റിൻ്റെ അനുസരിച്ചാണ്, പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചാണ് നമ്മളെപ്പോഴും പോട്ട് സെലക്ട് ചെയ്യാനാണ്. കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു പ്ലാന്റ് കൺജസ്റ്റഡ് ആയിട്ട് ഒരു പോട്ടിലിരിക്കരുത്. കൺജസ്റ്റഡ് ആയുള്ള കുഴപ്പമെന്ന് വെച്ചാൽ പ്ലാന്റ് ഗ്രോത്ത് കുറയും, പെട്ടെന്നൊരു 2-3 മന്ത്സ് കഴിയുമ്പോൾ അത് ചീത്തയായി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ആ പ്ലാന്റ്, നമ്മൾ സെലക്ട് ചെയ്ത പ്ലാന്റ് ഏതാണോ അത് ഈസി ആയിട്ട് നന്നായിട്ട് അതിൽ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ പോട്ട് സെലക്ട് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ കുറച്ച് പോട്ട്സ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് ഇൻഡോറിൽ വെക്കാവുന്ന സെറാമിക് പോട്ട്സൊക്കെയാണ്. അപ്പോൾ ഈ പോട്ട്സിൽ നമ്മൾ കൂടുതലും ചെയ്യുന്നത് ഈ പീസ് ലില്ലി അല്ലെങ്കിൽ സ്പാത്തിഫില്ലം, അതേപോലത്തെ പ്ലാന്റ്സ്, സ്നേക്ക് പ്ലാന്റ്, അങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഈ പോട്ട്സിലൊക്കെ ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു 9 ഇഞ്ച് 8 ഇഞ്ച് ആ സൈസൊക്കെ വരുന്ന പോട്ട്സാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതേപോലെ ഈ പോട്ട്സ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മണി പ്ലാന്റൊക്കെ, ഒരു ഹൈബ്രിഡ് മണി പ്ലാന്റൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് പോട്ടാണിത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻറ്റീരിയറിൽ വൈറ്റ് പോട്ടാണ് കൂടുതലും ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്നത്. എങ്കിലും ഇതിനകത്ത് മണി പ്ലാന്റ് അങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്താൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. പല കളേഴ്സിലും പല സൈസിലും പോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. ശരിക്കും നന്നായിട്ട് ഇൻറ്റീരിയർ ഡിസൈൻ വരുന്ന പോട്ട്സുകളാണ്. ഇൻറ്റീരിയറിൽ നമ്മുടെ ടേബിൾ ടോപ്പുകളിലും അതേപോലെ ഷെൽഫുകളിലൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ വളരെ ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു പോട്ടാണ് ഈ ടൈപ്പ് പോട്ട്. കാരണം പോട്ടിൽ ഡിസൈൻ വരുന്ന പോട്ടുകൾ.
കുറച്ച് ചെറിയ പോട്ടുകളൊക്കെ ആകുമ്പോൾ നമുക്ക് കാക്ടസ്, സെക്യുലൻസ് അതേപോലെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാനാണ് ഇങ്ങനത്തെ പോട്ട്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ഇതിൻ്റെ ഡെപ്തും അതേപോലെ സൈസും വളരെ കുറവായിരിക്കും. ആക്ച്വലി കാക്ടസ്, സെക്യുലൻസ് പ്ലാന്റ്സിനൊന്നും ഒത്തിരി ഡെപ്തോ സൈസോ ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ പോട്ട്സുകൾ കാക്ടസ്, സെക്യുലൻസ് പ്ലാന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് പല സൈസിലുള്ള ഇപ്പോൾ ഇൻഡോറിൽ, ടേബിൾ ടോപ്പിൽ അല്ലെങ്കിൽ ഷെൽഫിലൊക്കെ വെക്കാൻ പറ്റുന്ന കുറച്ച് പോട്ട്സുകളാണ് ഞാനിപ്പോൾ കാണിച്ചത്. നമുക്ക് ബാൽക്കണി ഏരിയയിലൊക്കെ ചെയ്യണമെങ്കിൽ ഒത്തിരി പോട്ട്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. കാരണം നമുക്ക് ഇപ്പോൾ 9 ഇഞ്ച് തൊട്ട് നമുക്ക് 18 ഇഞ്ച് വരെയുള്ള സൈസുള്ള ഏകദേശം 2 ഫീറ്റ് ഹൈറ്റ് ഒക്കെ വരുന്ന 3 ഫീറ്റ് ഹൈറ്റൊക്കെ വരുന്ന ബാൽക്കണി പോട്ട്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അത് നമുക്ക് സെറാമിക്കിലും, പ്ലാസ്റ്റിക്കിലും, ഫൈബറിലും, ക്ലേയിലും, വുഡിലും എല്ലാ രീതിയിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും നേരം നമ്മളെ ശ്രദ്ധിച്ചതിന് വളരെ നന്ദിയുണ്ട്. നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, പ്ലാന്റ് ഹോമിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, www.plantahome.com എന്നാണ് വെബ്സൈറ്റ്. അതിൽ സെർച്ച് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. Thanks for watching. Please do subscribe to Small to Big channel by clicking the logo and press the bell icon to receive latest updates.